ഹലോ ഓൾ, വെൽക്കം ടു KTU ഗുരുകുൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവേത് ഇത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റോം. ഫോർത്ത് മൊഡ്യൂളിൽ COA KTU സിലബസിൽ COAയിൽ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റോം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നേക്കാൾ മുന്നേ റോം ഓർ റീഡ് ഓൺലി മെമ്മറിയുടെ നീഡ് എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ വേറെ മെമ്മറി ഡിവൈസസ് ലൈക്ക് SRAM, DRAM ഇതെല്ലാം വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ പവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്ത ഡേറ്റാസ് എല്ലാം നമുക്ക് ലോസ്റ്റ് ആവും. അതാണ് വോളറ്റൈൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് വിൽ ലോസ് ദ കണ്ടന്റ് വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ചില ആപ്ലിക്കേഷൻസിന് അങ്ങനത്തെ മെമ്മറീസ് പറ്റില്ല. അതായത് അതിലത്തെ കണ്ടന്റ് പവർ പോയാലും കീപ്പ് ചെയ്യേണ്ട ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറി ഡിവൈസസ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഡേറ്റ പവർ പോയാലും ഡേറ്റ ലോസ് ആവാത്ത ടൈപ്പ് മെമ്മറി ഡിവൈസ് വേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. അപ്പോൾ അതായത് ഒരു കമ്പ്യൂട്ടർ ഓൺ ആവുന്ന ടൈമിൽ നമുക്കറിയാം ബൂട്ടിംഗ് ടൈമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾറെഡി റിസൈഡ് ചെയ്യണത് സെക്കൻഡറി മെമ്മറിക്കകത്തായിരിക്കും. സോ ഈ സെക്കൻഡറി മെമ്മറിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. ഈ കൊണ്ടുവരുന്ന ലോഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സോ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം? അതിനെ നമ്മൾ പവർ പോയാലും ലോസ്റ്റ് ആവാത്ത രീതിയിൽ വേണം അതിനെ സ്റ്റോർ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? പവർ പോയി കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡറും പോവും, ബൂട്ടിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കില്ല. സോ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ നമ്മളെപ്പോഴും ഒരു നോൺ വോളറ്റൈൽ മെമ്മറി, നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പവർ പോയാലും അത് ആ ഡേറ്റ ലോസ് ആവില്ല, അങ്ങനത്തെ ഒരു മെമ്മറിയിലാണ് കീപ്പ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് റോം. സോ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് റോമിലാണ്. ഇപ്പോൾ ഈ റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മെമ്മറി ഡിവൈസസ് റാമിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ റീഡിംഗ് പ്രോസസ്സ് എല്ലാം വരുന്നത്. ദെൻ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോസസ്സ് വേണ്ടി വരും. റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്ത് അതിനകത്ത് ഡേറ്റ ആദ്യമേ റൈറ്റ് ചെയ്യണം. യൂഷ്വലി അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് റീഡിംഗ് ആണ്. വൺസ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു വട്ടം കീപ്പ് ചെയ്ത ഡേറ്റനെ കൂടുതലും അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുക റോമിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് റോം ഓർ റീഡ് ഓൺലി മെമ്മറി എന്താണെന്ന് നോക്കാം. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് റോമിൻ്റെ ഫിഗറാണ്. ഇപ്പോൾ ഇതിനകത്തൊരു ബിറ്റ് ലൈൻ ഉണ്ട്, ഒരു വേർഡ് ലൈനും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ ട്രാൻസിസ്റ്റർ ആണ് ഇതിനകത്ത് ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ട്രാൻസിസ്റ്റർ നമ്മളൊരു സ്വിച്ചിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ചോ ഫ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ആവുമ്പോൾ ഇത് കണക്റ്റഡ് ആണ്, ഗ്രൗണ്ടിലോട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇതൊരു 0 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ ഓപ്പൺ ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു റോം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ, അതായത് അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഓൾറെഡി ഡേറ്റ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഡേറ്റാസ് ആർ റിട്ടേൺ ഇൻ ടു റോം വെൻ ഇറ്റ് ഇസ് മാനുഫാക്ചർഡ്. അതിൻ്റെ വർക്കിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ആണെങ്കിൽ, ഗ്രൗണ്ടിലോട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് 0 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. അത് ഓപ്പൺ ആണെങ്കിൽ അത് 1 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് റീഡിംഗ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വേർഡ് ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് റീഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ആണെങ്കിൽ 0 എന്നുള്ള വാല്യൂ റീഡ് ചെയ്ത് കിട്ടും. ട്രാൻസിസ്റ്റർ ഓപ്പൺ ആണെങ്കിൽ, ഇവിടെ ഓപ്പൺ ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ ആണ് അതിന് റീഡ് ചെയ്ത് കിട്ടുക. ഈ ബിറ്റ് ലൈനിൻ്റെ എൻഡിൽ, ഓക്കെ, ഇതാണ് ബിറ്റ് ലൈൻ. ഇതിൻ്റെ എൻഡിൽ ഒരു സെൻസ് സർക്യൂട്ട് ഉണ്ടാവും. ഈ സെൻസ് സർക്യൂട്ടാണ് ഡേറ്റനെ ഔട്ട്പുട്ട് വാല്യൂവിനെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റനെ റീഡ് ചെയ്യാൻ, സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെൻസ് സർക്യൂട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി ഒരു റോമിൻ്റെ സ്ട്രക്ചർ. സിംഗിൾ യൂണിറ്റ് റോമിൻ്റെ സിംഗിൾ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഇത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ PROM, പ്രോഗ്രാമബിൾ റോം. ഓക്കെ, സോ നമുക്ക് എന്തോ ടെക്നിക്ക് വെച്ചിട്ട് ഈ റോമിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ ഇറേസബിൾ PROM. ഇവിടെ നമുക്ക് ഇറേസിംഗ് ടെക്നിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ റോമിനകത്ത്. ആൻഡ് നെക്സ്റ്റ് ഈസ് EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ PROM. ഇറേസബിൾ തന്നെയാണ്, ബട്ട് ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് ഇത് ഇറേസ് ചെയ്യുന്നത്. ഇങ്ങനെ 3 ടൈപ്പ് റോംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ നോക്കാം, PROM. PROM നമ്മൾ യൂസറിന് തന്നെ ഡേറ്റനെ ലോഡ് ചെയ്യാൻ വേണ്ടി
ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. PROM-ൽ യൂസറിന് വേണമെങ്കിൽ ഡേറ്റ ലോഡ് ചെയ്യാൻ പറ്റും. അതിൽ പ്രോഗ്രാമബിലിറ്റി എങ്ങനെയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്യൂസ് ആണ് അവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പി നമ്മൾ നേരത്തെ ഫിഗറിൽ പി എന്ന് പറഞ്ഞ പോയിന്റിൽ റോം സെല്ലിൽ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഫ്യൂസ് ആണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ അതിൻ്റെ എല്ലാ സെല്ലിലും 0 എന്നുള്ള വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. PROM-ൽ ഇനീഷ്യലി എല്ലാ സ്ഥലത്തും 0 ആണ് ഉണ്ടായിരിക്കുക. ഇനി യൂസറിന് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ 1 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഫ്യൂസ്, ഞാൻ പറഞ്ഞല്ലോ പി എന്നുള്ള പോയിന്റിൽ ഫ്യൂസ് ആണുള്ളത്, ആ ഫ്യൂസ് ബേൺ ഔട്ട് ചെയ്യും. ഹൈ കറണ്ട് പൾസ് കൊടുത്തിട്ട് ആ ഫ്യൂസിനെ ബേൺ ഔട്ട് ചെയ്യും. ഫ്യൂസ് ബേൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഗ്രൗണ്ടഡ് അല്ല, അവിടെ പിന്നെ 1 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർഡ് ആവുക. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി എല്ലാം സീറോസ് ആണ്. ഏതെങ്കിലും ലൊക്കേഷനിൽ 1 സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്യൂസ് മാത്രം ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഈ PROM-ൽ പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ്. അതായത് നമ്മൾ വൺസ് ഒരു ഫ്യൂസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതിനെ പിടിച്ച് എനിക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ 0 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല. അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനി PROM-ന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നല്ല ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി എല്ലാ സീറോസ് ആണ്. എവിടെ വേണമെങ്കിൽ യൂസറിന് വേണമെങ്കിൽ നമുക്ക് ഫ്യൂസ് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. സോ അത് ഫ്ലെക്സിബിൾ ആണ്, ഫാസ്റ്റർ ആണ്. ഡേറ്റ നമുക്ക് ജസ്റ്റ് ഫ്യൂസ് ബേൺ ചെയ്യുന്ന ഒരു ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ ഡേറ്റ സ്റ്റോറേജിന്. ലെസ് എക്സ്പെൻസീവ് ആണ്, കാരണം പ്രോഗ്രാമറിന് തന്നെ ഡയറക്റ്റ്ലി അത് യൂസറിന് തന്നെ അത് പ്രോഗ്രാം ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സ്പെഷ്യൽ ടെക്നിക്സ് ഒന്നും വേണ്ട. ഓക്കെ, സോ ഇതൊക്കെയാണ് PROM, പ്രോഗ്രാമബിൾ റോമിൻ്റെ ഫീച്ചേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറേസബിൾ PROM. ഇറേസബിൾ PROM-നകത്ത് നമുക്ക് ഡേറ്റ ഇറേസ് ചെയ്യാം, എന്നിട്ട് അവിടെ ന്യൂ ഡേറ്റ ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. PROM-ൽ അത് ചെയ്യാൻ പറ്റില്ല. വൺസ് ചെയ്ത കാര്യം ഇറിവേഴ്സിബിൾ ആണ്. ബട്ട് ഈ ഇറേസബിൾ PROM-ൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റനെ ഇറേസ് ചെയ്യാം, അവിടെ എന്നിട്ട് ന്യൂ ഡേറ്റനെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു EEPROM സെല്ലിനകത്ത് ഒരു സ്പെഷ്യൽ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ട്രാൻസിസ്റ്റർ നമുക്ക് പെർമനൻ്റ്ലി ഓപ്പൺ സ്വിച്ച് ആയിട്ട് വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാം. പെർമനൻ്റ്ലി ഓപ്പൺ സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പെർമനൻ്റ്ലി അവിടെ 1 എന്നുള്ള വാല്യൂ അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അവിടെ അത് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാർജ് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ആ പെർമനൻ്റ്ലി നമ്മളവിടെ ഓപ്പൺ സ്വിച്ച് ആക്കി വെക്കുന്നത്. ബൈ ഇഞ്ചെക്ടിങ് ചാർജ് അത് നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ അവിടെ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് ഡേറ്റ ഇറേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ട്രാപ്പ് ചെയ്ത ചാർജിനെ ഡിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, ട്രാൻസിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചാർജിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇറേസിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഈ ഇറേസിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചിപ്പിനെ അൾട്രാ വയലറ്റ് റേസിന് എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ അതിലൊരു സ്പെഷ്യൽ ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചാർജ് ഇൻജെക്ട് ചെയ്തിട്ട് നമുക്കതിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡേറ്റ ഇറേസ് ചെയ്യണമെങ്കിൽ ആ ട്രാപ്പ് ചെയ്ത് വെച്ച ചാർജിനെ നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്ത് കളയണം. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നെങ്കിൽ ഈ ചിപ്പിനെ എടുത്തിട്ട് ഒരു അൾട്രാ വയലറ്റ് റേക്ക് എക്സ്പോസ് ചെയ്യണം. ഇത്ര എക്സ്പോസ് ചെയ്താലാണ് നമുക്ക് അവിടുത്തെ ഇറേസിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇറേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും EEPROM ഒരു സ്പെഷ്യൽ പാക്കേജ് പോലെ ഒരു ചിപ്പ് പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനൊരു ട്രാൻസ്പാരൻറ്റ് വിൻഡോ ഉണ്ട്. ആ ട്രാൻസ്പാരൻറ്റ് വിൻഡോ കൂടെ നമുക്കിതിനെ UV ലൈറ്റിന് എക്സ്പോസ് ചെയ്യാൻ പറ്റും. ദെൻ EEPROM-ന്റെ മെറിറ്റ്സ് ആണ് പറയുന്നത്. മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആണത്. ഡെവലപ്മെൻറ്റ് ഫേസ് ഡിജിറ്റൽ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ സ്റ്റോർ ചെയ്ത ഡേറ്റ നമുക്ക് കൂടുതൽ ടൈം കീപ്പ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് റിറ്റെയിനിങ് ഡേറ്റ ഫോർ എ ലോങ് ടൈം. ദെൻ ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിലത്തെ ഡേറ്റനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ചിപ്പ് ഇത് യൂഷ്വലി സിസ്റ്റത്തിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാണ്. ആ മൗണ്ട് ചെയ്ത് വെച്ച ചിപ്പിനെ ഞാൻ അവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഫിസിക്കലി റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് അതിനെ റീപ്രോഗ്രാം ചെയ്യണം. റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടുപോയി ഞാൻ UV ലൈറ്റിനെ എക്സ്പോസ് ചെയ്യണം. സോ അത് നമുക്കൊന്ന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇരിക്കുന്ന മെമ്മറി മൊഡ്യൂളിനെ ഫിസിക്കലി എടുത്ത് UV ലൈറ്റിനെ എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതാണ് ഇതിൻ്റെ ഡിമെറിറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രിക്കലി ഇറേസബിൾ റോം. അതിൽ ഇലക്ട്രിക്കലി ഇറേസബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത ഡേറ്റനെ ഇറേസ് ചെയ്യാം, വീണ്ടും സ്റ്റോർ ചെയ്യാം. ബട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് അവിടെ ഈ ഇറേസിങ് എല്ലാം ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മെറിറ്റ് പ്രോഗ്രാമിങ്ങും ഇറേസിങ്ങും എല്ലാം ഇലക്ട്രിക്കലി ആണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ മെറിറ്റ്. ദെൻ ഇതിൽ
നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള സെൽ കണ്ടൻസ് ഇറേസ് ചെയ്യാൻ പറ്റും. വേണ്ട സെല്ലുകൾ മാത്രമായിട്ട് വേണമെങ്കിൽ ഇറേസ് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇറേസ് ചെയ്യാൻ പറ്റും. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രോസസ്സിനും ഡിഫറെൻറ്റ് വോൾട്ടേജ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇറേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കറണ്ട് ആണല്ലോ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ആണല്ലോ യൂസ് ചെയ്യുന്നത്. സോ ആ യൂസ് ചെയ്യുന്ന കറണ്ട് ഓരോന്നും ഡിഫറെൻറ്റ് വോൾട്ടേജസ് ആണ് വേണ്ടത്. ഇറേസ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ലെവൽ ഓഫ് വോൾട്ടേജ്, റൈറ്റിങ്ങിന് വേറെ, റീഡിങ്ങിന് വേറെ, അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് വോൾട്ടേജസ് ഇവിടെ യൂസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ചെറിയൊരു ഡീമെറിറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം, PROM, EPROM ആൻഡ് EEPROM. ഇനി EEPROMിൻ്റെ തന്നെ ഒരു വേരിയൻ്റ് ആണ് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി നമ്മൾ എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പെൻ ഡ്രൈവ്, ഐപോഡ്, MP3 പ്ലെയർ, ഇതെല്ലാം ഫ്ലാഷ് മെമ്മറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അത് EEPROMിൻ്റെ ഇലക്ട്രിക്കലി ഇറേസബിൾ PROMിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ഈ ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ സെല്ലിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ഒന്നിച്ചാണ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്ലാഷ് ഡിവൈസ് ക്യാൻ റീഡ് ഡേറ്റ ഫ്രം എ സിംഗിൾ സെൽ, ബട്ട് ഇറ്റ് ക്യാൻ റൈറ്റ് ഓൺലി എൻറ്റയർ കണ്ടന്റ് ഓഫ് എ ബ്ലോക്ക്. ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ആണ് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സെല്ലായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റീഡിങ് നമുക്ക് ഒരു സെല്ലായിട്ട് മാത്രം ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ പ്രീവിയസ്ലി അവിടെ എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്തിട്ടാണ് പുതിയ ഡേറ്റ അവിടെ പ്ലേസ് ചെയ്യുക ഫ്ലാഷ് മെമ്മറിക്കകത്ത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ MP3 പ്ലെയർ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പവർ കൺസംഷൻ നല്ല കുറവാണ്. ഈ ഫ്ലാഷ് മെമ്മറി അധികം പവർ ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അത് കാരണം കൊണ്ട് ബാറ്ററി ഡ്രിവൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനൊക്കെ ഇത് നല്ലോണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പവർ കൺസംഷൻ കുറവാണെന്നുള്ളതാണ്. ഇതിനെ നമുക്ക് ചെറിയ സൈസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം, കുറച്ചും കൂടെ വലുതായിട്ട് ലാർജർ മോഡ്യൂൾസ് ആയിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ രണ്ട് ടെക്നിക്സ് ആണ് ഫ്ലാഷ് കാർഡ് ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്. ഓക്കെ, സോ ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാർഡിൻ്റെ മുകളിൽ ഈ നമ്മുടെ മെമ്മറി ചിപ്പ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്ലാഷ് ചിപ്പ് ഒരു കാർഡിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് പ്ലഗ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അതിൻ്റെ മെമ്മറി സൈസ് എന്ന് പറഞ്ഞാൽ 8, 32, 64 MB ഒക്കെയാണ്. 8 MB, 32 MB, 64 MB സൈസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ദെൻ ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ലാർജർ മോഡ്യൂളാണ്. ഈ ഫ്ലാഷ് ഡ്രൈവ് വെച്ച് ഫ്ലാഷ് ഡ്രൈവിനെ നമുക്ക് വേണമെങ്കിൽ ഹാർഡ് ഡിസ്കിനെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഹാർഡ് ഡിസ്കിനെ പോലും റീപ്ലേസ് ചെയ്യാൻ പറ്റും ഫ്ലാഷ് ഡ്രൈവ്. എക്സാമ്പിളാണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ദെൻ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ പവർ കൺസംഷന്, ഫാസ്റ്റർ റെസ്പോൺസ്, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. സോ ഫ്ലാഷ് കാർഡിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് MP3 പ്ലെയർ, പെൻ ഡ്രൈവ്, ഇതെല്ലാം ഫ്ലാഷ് കാർഡിൽ വരുന്നതാണ്. ഫ്ലാഷ് ഡ്രൈവിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും എല്ലാമാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ജൂലൈ 2017 ഏപ്രിൽ 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫ്ലാഷ് മെമ്മറി. ഇത് ജസ്റ്റ് 3 മാർക്സിനാണ് അന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 മാർക്കാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് ഫ്ലാഷ് മെമ്മറി എന്നുള്ള കാര്യം ഡിസ്ക്രൈബ് ചെയ്യണം. ദെൻ ഫ്ലാഷ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്, ഫ്ലാഷ് ഡ്രൈവ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഫ്ലാഷ് കാർഡ്, ഫ്ലാഷ് ഡ്രൈവ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോയിന്റ്സ് കുറച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ഫ്ലാഷ് മെമ്മറി അതേപോലെ 3 മാർക്സിനാണല്ലോ ചോദിച്ചിട്ടുള്ളത്. ഇനി 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ജൂലൈ 2017 ചോദിച്ചതാണ് റൈറ്റ് എ നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം മെമ്മറീസ്. അപ്പോൾ അതന്ന് 9 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ 9 മാർക്സിന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ റോം എന്താണെന്ന് എഴുതണം, റോമിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം എഴുതണം, PROM. അപ്പോൾ PROM എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, PROMിൻ്റെ മെറിറ്റ്സ്, അതിൻ്റെ ഡീമെറിറ്റ്, EPROM എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, EEPROM. ദെൻ EEPROMിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് മെമ്മറീനെ കൂടി കുറച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് 9 മാർക്സിന് ഇത് എഴുതാൻ പറ്റും. സോ ഇതുവരെ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈ ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.